ഒരു കാരണവുമില്ലാതെ ഒരു ദുഃഖവും ദുരിതവും ഉണ്ടാവത്തില്ല. എന്ത് ദുഃഖത്തിനും, എന്ത് പ്രയാസത്തിനും, എന്ത് ദുരിതത്തിനും ഒരു കാരണം കാണും. ആ കാരണങ്ങൾക്കെല്ലാം ഉത്തരവാദി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം ദുഃഖത്തിനും ദുരിതത്തിനും കാരണം നമ്മുടെ ദുഃഖത്തിനും ദുരിതത്തിനും കാരണം നമ്മൾ തന്നെയാണ്. അത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ ജ്ഞാനം. അല്ലാതെ നമ്മുടെ ദുഃഖത്തിന് കാരണം മറ്റുള്ളവരോ അയലത്തുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ അയാളോ ഇയാളോ ഒന്നുമല്ല. എല്ലാ ദുഃഖത്തിനും കാരണം നമ്മൾ തന്നെയാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ദുഃഖം നമ്മൾ അനുഭവിച്ചിട്ട് തന്നെ അതിൽ നിന്ന് നമ്മൾ മോചനം നേടണം. ആ ദുഃഖം നമ്മൾ അനുഭവിക്കണം, അതിൽ നിന്ന് നമ്മൾ മോചനം ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ ആ ദുഃഖത്തിന് കാരണം അയാളാണ് ഇയാളാണ് എന്ന് പറയാൻ നമ്മൾ ഇനിയും കർമ്മങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുകയാണ്, നമ്മൾ കർമ്മബന്ധത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ അടുത്ത ജന്മത്തിലും വരെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.